ഖുർആൻ വിതരണത്തിന് ശേഷം നമ്മുടെ ഫെസ്റ്റിനും ഈ പുതിയ കെട്ടിടോദ്ഘാടന സമ്മേളനത്തിനും ആശംസ അറിയിച്ചുകൊണ്ട് ചേലേമ്പ്ര പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി ചെയർമാൻ ഇക്ബാൽ സാഹിബ് നിർവഹിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട അറക്കൽ മുഹമ്മദ് ക, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട അണയങ്കോട്ട ബാവാക്കടക്കമുള്ള ഈ നാട്ടിലെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുട്ടികളെ, നമ്മുടെ പൈങ്ങോട്ടൂർ പ്രദേശത്ത് ഏതാണ്ട് 8 വർഷമായി പ്രവർത്തിക്കുന്ന നൈസ് ക്യാമ്പസ് വളരെ മനോഹരമായി വിദ്യാഭ്യാസ മേഖലയിൽ അതോടൊപ്പം തന്നെ മതപരമായിട്ടുള്ള അറിവുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ മതപരമായ വിദ്യാഭ്യാസം അവരുടെ ജീവിത ശൈലിയിൽ മേഖലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അതോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള നല്ല ഒരു പദ്ധതിയാണ് നൈസ് ക്യാമ്പസ് മുന്നോട്ട് വെക്കുന്നത്. അതിന് നമ്മുടെ അസ്സരി ഉസ്താദ് അടക്കമുള്ള ആളുകൾ വളരെ നല്ല രീതിയിൽ നേതൃത്വം കൊടുക്കുന്നു. ഓരോ വർഷം തോറും അതിൻ്റെ വളർച്ചയാണ് നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന നമ്മുടെ പ്രദേശത്തെ മാനേജ്മെന്റും അതോടൊപ്പം അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളും അസ്സരി ഉസ്താദ് അടക്കമുള്ള ആളുകളുടെ കഠിനാധ്വാന പ്രയത്നവുമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമ്മളെ കുട്ടികളിൽ ചെറുപ്പത്തിലെ അവർക്ക് നല്ലതായ അറിവുകൾ, ഇസ്ലാമിക ബോധത്തോടു കൂടിയുള്ള അറിവുകൾ ലഭ്യമാക്കി അതോടൊപ്പം അത് അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവന്നാൽ അത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. സമൂഹം വളരെ പ്രയാസത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ദൈനംദിനമായി നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വരുമ്പോൾ അതിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തി നമ്മളെ കുട്ടികളെ നേരായ രൂപം ഇതാണ്, ഇസ്ലാമികപരമായിട്ടുള്ള നമ്മെ പഠിപ്പിക്കേണ്ടതും പഠിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ രൂപത്തിലാണ് എന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരിക, അവരെ വളരെ വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ കൊടുക്കേണ്ട പരിഗണന അവർ എത്ര വലുതായാലും, അവർ ഹൈസ്കൂളിലായാലും UP സ്കൂളുകളിലായാലും ഹയർ സെക്കൻഡറിയിലേക്ക് പോയാലും ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവരെ നന്നായി തലോടിയും അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടും അവരെ ചേർത്ത് പിടിച്ചു പോകാൻ രക്ഷിതാക്കൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാകാത്ത ഒരു കാലം നമ്മൾ അനുഭവിച്ചു പോകുന്നു. അതിന്റെ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ കൂടി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മളെ കുട്ടികളെ, എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളുമായി ഇടപഴകുമ്പോൾ ചെറിയ മക്കളെ തന്നെ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ കുട്ടികളെ കൂട്ടിപ്പോണം വാപ്പാര്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് നാട്ടിലെ കല്യാണങ്ങൾ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടികളെ സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുപോകണം വാപ്പാര്. കളിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവരെ സുഹൃത്തുക്കളിടയിലേക്ക്, അവരെ ഓരോരോ വിഷയങ്ങളിലേക്കും നല്ലതായ രൂപം കുട്ടികളെ ഇടപഴകി അവരോടൊപ്പമാണ്, അവരെ നോക്കുന്നുണ്ട്, അവരെ ആ കാര്യങ്ങൾ ഇടപഴകി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം.
അല്ലാതെ എൻ്റെ മക്കൾ എവിടെച്ചാ പോയിക്കോട്ടെ, അവരെന്താച്ചാ കാട്ടിക്കോട്ടെ എന്നുള്ള കോലത്തിൽ ചിന്തിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ സാധിക്കില്ല എന്നുള്ള ഒരു ദുരവസ്ഥ ഇന്ന് നാട്ടിലുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ചേലേമ്പ്ര പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചേലേമ്പ്രയിലെ മക്കളെ പരമാവധി നല്ലതായിട്ടുള്ള രീതിയിലേക്ക് കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വലിയ പദ്ധതികൾക്ക് ആവിഷ്കരിച്ചു പോകുന്നുണ്ട്. നമ്മൾ സംസ്ഥാനത്ത് നിന്ന് രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ കായിക സാക്ഷരത എന്ന പദ്ധതി ചേലേമ്പ്രയിലെ വിദ്യാലയങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. LP സ്കൂളുകളിൽ 1 മുതൽ 4 വരെ പഠിക്കുന്ന കുട്ടികളെ എങ്ങനെ കായിക മേഖലയിൽ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, കായിക മേഖലയിൽ കുട്ടികൾ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ബോൾ തട്ടണം, എങ്ങനെ ബാറ്റ് കൊണ്ട് ബോൾ അടിക്കണം, അങ്ങനെ കായിക മേഖലയിലെ അഭ്യാസങ്ങളെ കുട്ടികളെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയും അവധി ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ വെച്ച് കുട്ടികൾക്ക് പ്രത്യേക കോച്ചിങ് കൊടുക്കുകയൊക്കെ ചെയ്തു വരികയാണ്. അടുത്ത വർഷം നമ്മൾ ചെയ്യാൻ പോണ പ്രൊജക്ട് നമ്മുടെ ചേലേമ്പ്രയിലെ ചെറിയ മക്കൾ എല്ലാവരും നീന്തൽ പഠിക്കണം എന്ന് പഞ്ചായത്ത് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ തൊട്ട മുകളിൽ യൂണിവേഴ്സിറ്റിന്റെ വിശാലമായ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചെറിയ മക്കൾക്ക് പഞ്ചായത്ത് പണം അടച്ചുകൊണ്ട് നമ്മളെ ചെറിയ മക്കളെ ചേലേമ്പ്രയിൽ എല്ലാ മക്കളെയും നീന്തൽ പഠിപ്പിക്കണം എന്ന് പഞ്ചായത്ത് ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷത്തെ പ്രൊജക്ട് ഞങ്ങൾ മുമ്പിലേക്ക് വെക്കാണ്. ചേലേമ്പ്രയിലെ മക്കളുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കാളിയായി ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ഗവൺമെന്റ് ആനുകൂല്യങ്ങളും എല്ലാവരും അവകാശമാണ്. അത് ഒരു പ്രത്യേക കൂട്ടർക്ക് മാത്രമുള്ളതൊന്നല്ല, എല്ലാവരും വാങ്ങിയെടുക്കണം. എല്ലാവരുടെ നികുതിപ്പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധം കൂടി നമ്മളെ, പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഈ ഗവൺമെന്റ് ആനുകൂല്യം വാങ്ങാനൊന്നും വല്ലാതെ താല്പര്യപ്പെടില്ല. അത് ആർക്കൊക്കെ ഉള്ളതെന്നുള്ളൊരു തോന്നല. അതൊന്നല്ല, എല്ലാവർക്കും ഉള്ളതാണ് ഈ ഗവൺമെന്റ് ആനുകൂല്യം. എല്ലാവരും വാങ്ങണം, എല്ലാവരും ചോദിച്ചറിയണം എന്താണ് ഇവിടെയൊക്കെ നടക്കുന്നത്, എനിക്ക് വല്ലതും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞ് വാങ്ങണം, വാങ്ങിയെടുക്കണം. അവകാശപ്പെട്ടത് വിട്ടുകൊടുക്കേണ്ടവരല്ല, നമ്മൾ ചോദിച്ചു വാങ്ങേണ്ടവരാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ മനോഹരമായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. കോൺവക്കേഷൻ ചടങ്ങിൻ്റെ സമാപനം അനുമോദന പ്രസംഗം നടത്തുന്നതിന് വന്യരായ സയ്യിദ് ഇസ്മായിൽ നൗഫൽ ബുഖാരി തങ്ങളെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരം നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, അല്ലാഹു നമ്മളെ ഒരുമിച്ചുള്ള സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മുടെ ചെറിയ മക്കള് ഖുർആൻ പഠിച്ചതിൻ്റെ, ഹിഫ്ളാക്കിയതിൻ്റെ സന്നദ്ധദാന ചടങ്ങിലാണ്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കി തീരുമാറാകട്ടെ. നമുക്കറിയാം, സഹറത്തുൽ ഖുർആൻ എന്ന് ഈ നാട്ടിൽ ചെയ്യുന്ന സേവനം വളർന്നു വരുന്ന മക്കൾക്ക് ഖുർആനും ദിക്റുകളും പഠിപ്പിച്ചു കൊടുത്ത് വരുന്ന മക്കളെ പക്വതപ്പെടുത്തി വിവേകത്തോടുകൂടെ വാർത്തെടുക്കുക എന്നുള്ള ഒരു പ്രക്രിയയാണ് സഹറത്തുൽ ഖുർആൻ നടപ്പിലാക്കുന്നത്. ആദ്യത്തെ വർഷത്തിൽ 10 സൂറത്തും 10ഓളം വരുന്ന ദിക്റുകളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചു തന്ന ദിക്റുകളും ചെറിയ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത്തെ വർഷത്തിൽ അതുപോലെ മറ്റു 10 സൂറത്തുകളും മറ്റു 10 ദിക്റുകളും. 3 വർഷമാകുമ്പോഴേക്ക് ഒരു ജുസ് മനപ്പാടം മാറ്റി 30ഓളം വരുന്ന ദിക്റുകളും സുന്നത്തുകളും ആ ചെറിയ മക്കളെ ജീവിതത്തിൽ വാർത്തെടുക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് ആ കുട്ടികളെ കയ്യിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഇവിടെ കൊടുക്കുന്നത്. ആ ഖുർആൻ കൊടുക്കൽ ചടങ്ങാണ് ഇപ്പം നടന്നത്. അല്ലാഹു എല്ലാം ഖൈറിലും ബറക്കത്തിലും മാറ്റി കൊടുക്കുമാറാകട്ടെ. പ്രമുഖ പഠനങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരു മകൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് മുതൽ
5.5 വയസ്സ് വരെയാണ് അവൻ തൻ്റെ ജീവിതത്തിൽ ആരാടണമെന്നും അവൻ ആരെയാണ് അനുകരിക്കേണ്ടതെന്നും ആരെയാണ് ആശ്രയിക്കുന്നത് എന്നിട്ട് ഈ ചെറിയ മകൻ പഠിക്കുന്നത്, മനസ്സിലാക്കി വെക്കുന്നത്. ആ ഒരു 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള സമയത്താണ് ഈ ചെറിയ മകൻ തൻ്റെ ഹീറോ ആരാണെന്ന് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ ഷൂ ചെറിയ മകൻ ധരിക്കുന്നത് കാണാം. ആ ചെറിയ മകൻ ഷൂ ധരിക്കുന്നത്, ഉപ്പയുടെ ചെരുപ്പ് ധരിക്കുന്നത്